വെൽക്കം ബാക്ക് ടു റൂട്ട്സ് ആൻഡ് റൂട്ട്സ് ഓസി വ്ലോഗ്സ്. സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഗാർഡനിലോട്ട് വന്നത്, നമ്മൾ പറഞ്ഞില്ല ഈ ലെറ്റ്യൂസിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഈ ലെറ്റ്യൂസ് പറിച്ച് അതിന്റെ സെയിം എന്നാൾ നമ്മളൊരു വീഡിയോക്കകത്ത് പറഞ്ഞു ഓർക്കുന്നില്ല, ഇത് കറി വെച്ച കാര്യമൊക്കെ ഇത് പറിക്കുന്ന കാണിക്കാന്നൊക്കെ ഓർത്താണ് നിങ്ങൾ വന്നത്. അപ്പൊ നമ്മുടെ ലൂക്ക ആണെങ്കിൽ ഭയങ്കര വൺ സെറ്റപ്പ് ആയിട്ടെല്ലാം പുള്ളിയുടെ ആയുധങ്ങൾ, അവന് പറ്റിയ സൈസിലെ ആയുധങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചുമലച്ചീരയുടെയും ഇതിന്റെയൊക്കെ വിത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അത് ഈ ഒരു സ്ഥലത്ത് നടാനായിട്ടായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളിവിടെ കുറച്ചിങ്ങനെ നമ്മൾ ഈ കടയിലൊക്കെ ചെല്ലുമ്പോൾ ഈ ബേബി സ്പീനട്സ് എന്ന് പറഞ്ഞത് കാണത്തില്ലേ, അത് നമുക്ക് കുറച്ച് അതിന്റെ അരി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മൾ അത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ആദ്യം നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള കൃഷിയെ പറ്റിയൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു, എല്ലാ സാധനങ്ങളും ഒന്നിച്ചായിരുന്നു ആദ്യം നട്ടിരുന്നത്. അങ്ങനെ ഇതിവിടെ ഇങ്ങനെ നട്ടപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചീര ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. കാരണം നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചീരയാണ് കൂടുതൽ ഇവിടെ നമുക്ക് ഈ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. ഒരു പാക്കറ്റിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആ സെയിം സാധനം. അപ്പം നമ്മൾ നടുമ്പോൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നടണം, അല്ലാതെ ഇത് പറിച്ച് നടാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിനധികം പെട്ടെന്ന് അങ്ങ് ഇതായി പോകും. അതാണ് ഈ ചീരയുടെ പ്രത്യേകത. നമുക്കത് അറിയത്തില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ നട്ടിട്ട് പിന്നെ എന്നാ പറിച്ച് നടാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് നിന്നു. അപ്പത്തേക്ക് ഞങ്ങളുടെ ഇവിടെ അപ്പുറത്തെ ഒരു അപ്പച്ചനുണ്ട്, ഒരു പഞ്ചാബി ഒരു അപ്പച്ചനുണ്ട്. അപ്പൊ അപ്പച്ചൻ നമ്മുടെ ഗാർഡനിന് വേണ്ട അഡ്വൈസ് ഒക്കെ തരാൻ ഇടയ്ക്ക് വരാറുണ്ട്. കാരണം അപ്പച്ചന് നല്ലൊരു ഗാർഡൻ ഉണ്ട്, ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങളത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങള് അപ്പച്ചനോട് വെച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഈ ചീര നമുക്ക് അങ്ങനെ പറിച്ചു നടാൻ പറ്റത്തില്ല, അങ്ങനെ നട്ടത് ഫുള്ള് പോകും. ഞങ്ങളോട് എന്നാൽ അങ്ങനെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തി. ഇന്ന് എന്ത് ചെയ്തു, ഇതുകൊണ്ട് വലിയ ഉപകാരമില്ലല്ലോ എന്ന് ഞങ്ങളത് കിളച്ച് നമുക്ക് മണ്ണൊക്കെ സെറ്റ് ചെയ്യാൻ വന്നപ്പം ഞങ്ങൾ ഇതിങ്ങനെ കളഞ്ഞിങ്ങനെ കൂട്ടിയിട്ടപ്പോഴത്തേക്കും ഇങ്ങനെ നല്ലതായിട്ട് കിടക്കുവാണ്. ഞാൻ ഓർത്ത് എന്നാ ഒന്ന് ഇച്ചിരി ഇതിന്റെ ഇലയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കിക്കേ, നമുക്ക് വെക്കാവുന്നതിന്റെ മാക്സിമം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ അങ്ങനെ കിട്ടും, അത്രയുണ്ട്. അപ്പൊ ഇത് കളയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാനും ലുക്കായും കൂടെ സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് നമ്മുടെ ഇത്രയും ചീര. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എങ്ങനെയാണ് സാധാരണ ചീരക്കറി വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മൾ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കണം, വെളിച്ചെണ്ണ ഒഴിക്കണം. അതിനുശേഷം വേഗം കടുക് ഇടണം. കടുക് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ വറ്റൽമുളകും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സബോള, അതിനുശേഷം അത് നന്നായിട്ട് വഴന്നു വരാൻ വേണ്ടി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കണം. അത് വഴന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതെല്ലാം കൂടെ സൈഡിലോട്ട് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് മുട്ട കലക്കി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒഴിച്ച് അതൊന്ന് നമ്മളിങ്ങനെ നന്നായിട്ട് ചിക്കിയെടുക്കണം. അത് ശരിയായി വരുമ്പോൾ അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ചീര അതിലേക്ക് മിക്സ് ചെയ്യുക. ചീരയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ എല്ലായിടത്തും നമ്മൾ അതിനെ ഇളക്കി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടണം. അത് വേറൊരു നല്ലൊരു ഫ്ലേവർ നമുക്ക് തരും. അങ്ങനെ നമ്മുടെ ചീരക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി, അടിപൊളിയാട്ടോ. എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് തോന്നി. ചിലപ്പോൾ നമ്മൾ തന്നെ കൃഷി ചെയ്ത് കറി വെക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, എനിക്കറിയത്തില്ല. എന്തോ ഒരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിന് ഇച്ചിരി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായതുകൊണ്ടാണ് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ അതൊരു വീഡിയോ ആക്കി ചെയ്തത്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.